നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിവിധ രാജ്യങ്ങൾക്ക് മുകളിൽ ഏർപ്പെടുത്തിയ റെസിപ്രോക്കൽ താരിഫുകൾ പിൻവലിക്കാൻ അമേരിക്കൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഗ്ലോബൽ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതേസമയം അമേരിക്കൻ സുപ്രീം കോടതിൻ്റെ താരിഫിന് മുകളിലുള്ള ഡിസിഷൻ വന്ന് മണിക്കൂറുകൾക്കകം വിവിധ രാജ്യങ്ങൾക്ക് മുകളിൽ അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങൾക്ക് മുകളിൽ 10% ഗ്ലോബൽ താരിഫ് ഏർപ്പെടുത്താനുള്ള ഒരു നിർണായക ഉത്തരവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഒപ്പുവയ്ക്കുകയും ചെയ്തു. ഈ ന്യൂസിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ ട്രംപിൻ്റെ താരിഫിനെക്കുറിച്ച് വളരെ വലിയ അൺസർട്ടനിറ്റി നിലനിൽക്കുന്നുണ്ട്. കൂടാതെ വിവിധ രാജ്യങ്ങൾക്ക് മുകളിൽ റെസിപ്രോക്കൽ താരിഫ് വഴി കളക്ട് ചെയ്ത $175 ബില്യൺ വിവിധ രാജ്യങ്ങൾക്ക് തിരിച്ചു നൽകുമോ എന്നുള്ളതിനെക്കുറിച്ചും അൺസർട്ടനിറ്റി നിലനിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റ് എങ്ങനെ പ്രതികരിക്കുമെന്ന് നമ്മൾക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ അനലിസ്റ്റുകളുടെ ഒപ്പീനിയൻ നോക്കുകയാണെങ്കിൽ സുപ്രീം കോടതിൻ്റെ ഡിസിഷൻ, അതായത് താരിഫ് പിൻവലിക്കാനുള്ള സുപ്രീം കോടതിൻ്റെ ഡിസിഷൻ ഗ്ലോബൽ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റിന് കാരണമായേക്കും. ഇവൻ നിഫ്റ്റി 200 പോയിൻറ്റിനടുത്തുള്ള ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകാനുള്ള സാധ്യതയാണ് പല അനലിസ്റ്റുകളും പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അതേസമയം സുപ്രീം കോടതിൻ്റെ ഡിസിഷൻ വന്നതിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഇൻ്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവർ ആക്ട് പ്രകാരം എല്ലാ രാജ്യങ്ങൾക്ക് മുകളിലും 10% അഡീഷണൽ താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സുപ്രീം കോടതിൻ്റെ ഡിസിഷന് മുകളിലുള്ള ഒരു ബാക്കപ്പ് പ്ലാനായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഓവറാൾ ഡേറ്റകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുകളിൽ 55% താരിഫായിരുന്നു അമേരിക്ക ഏർപ്പെടുത്തിയത്, അല്ലെങ്കിൽ അമേരിക്ക ഇന്ത്യക്ക് മുകളിൽ 55% താരിഫായിരുന്നു ഏർപ്പെടുത്തിയത്. സുപ്രീം കോടതിൻ്റെ ഡിസിഷൻ വന്നതിന് ശേഷം ഈ താരിഫ് 10%-ലേക്ക് കുറയാൻ സാധ്യതയുണ്ട്. ഇത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. പ്രത്യേകിച്ചും അലൂമിനിയം, ഓട്ടോമൊബൈൽ, സെമി കണ്ടക്ടർ, ടെക്സ്റ്റൈൽ, ജുവലറി തുടങ്ങിയ സെക്ടറുകളിൽ ഇതൊരു ഉണർവിന് കാരണമായേക്കുമെന്ന് അനലിസ്റ്റുകളും പറയുന്നുണ്ട്. ഇനി നിഫ്റ്റിയും മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൻ്റെ സാധ്യതകൾ തന്നെയാണ് നൽകുന്നത്. കഴിഞ്ഞ ദിവസം നിഫ്റ്റി 25,571 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 200 പോയിൻറ്റിനടുത്ത്, അതായത് 25,750 മുകളിലുള്ള ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വേണം ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കേണ്ടത് എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ഇനി തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുള്ള വെറും 34 രൂപ മാത്രം വിലയുള്ള ഒരു സ്മാൾ ക്യാപ് സ്റ്റോക്കിനെ പരിചയപ്പെടാം. സ്റ്റോക്കിൻ്റെ പേര് ഹസൂർ മൾട്ടി പ്രോജക്റ്റ് ലിമിറ്റഡ്. 828 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഹസൂർ മൾട്ടി പ്രോജക്റ്റ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് തിങ്കളാഴ്ച മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് കമ്പനിക്ക് 125 കോടി രൂപയുടെ ഒരു കൺസ്ട്രക്ഷൻ ഓർഡർ ടാറ്റ സ്റ്റീലിൽ നിന്നും ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ്. ടാറ്റ സ്റ്റീലിൻ്റെ എംപ്ലോയീസിന് വേണ്ടിയുള്ള നോൺ ഓപ്പറേഷണൽ സ്റ്റാഫ് റെസിഡൻഷ്യൽ യൂണിറ്റ്, ഓപ്പറേഷണൽ സ്റ്റാഫ് റെസിഡൻഷ്യൽ യൂണിറ്റ് എന്നിവ നിർമ്മിക്കാനുള്ള ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചത്. ഏകദേശം 288 നോൺ ഓപ്പറേഷണൽ സ്റ്റാഫ് റെസിഡൻഷ്യൽ യൂണിറ്റുകളും 1100 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള 72 ഓപ്പറേഷണൽ സ്റ്റാഫ് യൂണിറ്റുകളും നിർമ്മിക്കാനുള്ള ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഏകദേശം 182 കോടി രൂപയുടെ ഓർഡറാണ് ഹസൂർ മൾട്ടി പ്രോജക്റ്റ് എന്ന കമ്പനിക്ക് ലഭിച്ചത്. കഴിഞ്ഞ ആഴ്ച ഈ കമ്പനിക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ വലിയ ഓർഡറാണ്. റീസെൻ്റ്ലി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്നും 44 കോടി രൂപയുടെ ഓർഡറും കമ്പനിക്ക് ലഭിച്ചിരുന്നു. ഈ ഓർഡറുകളുടെ പശ്ചാത്തലത്തിൽ 52 വീക്ക് ലോയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കിൽ ചെറിയ രീതിയിലുള്ള ഒരു ബൈയിങ് മൊമെൻറ്റം വന്നിട്ടുണ്ട്. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ലോ 20ഉം 52 വീക്ക് ഹൈ 50ഉമാണ്. സ്റ്റോക്ക് 52 വീക്ക് ലോയിൽ നിന്നും ഹയർ സൈഡിലേക്ക് നീങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. 34 രൂപയ്ക്ക് അടുത്തായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഇനി കമ്പനിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് 1000% റിട്ടേണും 3 വർഷം കൊണ്ട് 241% റിട്ടേണും നൽകിയ ഒരു സ്റ്റോക്കാണ് ഹസൂർ മൾട്ടി പ്രോജക്റ്റ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക്.